إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിച്ചു മരിച്ചു പോകുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പഠിപ്പിക്കുന്നത്, അവർ അല്ലാഹുവിനോട് പറയും, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ കൺകുളിർമ നൽകണമേ. മുത്തഖീങ്ങളായ നല്ല മനുഷ്യരായ ആളുകൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കുകയും ചെയ്യണമേ എന്ന് സത്യവിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കും. അതാണ് അവരുടെ പ്രാർത്ഥനയെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൺകുളിർമയുള്ള ഒരു കുടുംബം, കൺകുളിർമയുള്ള ഇണകൾ, അതേപോലെയുള്ള സന്താനങ്ങൾ എന്നത് സത്യവിശ്വാസികളുടെ വലിയ ഒരു സൗഭാഗ്യമാണ്. ആ ഒരു സൗഭാഗ്യം നേടിയെടുക്കുവാൻ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹനീയമായ ചില മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകകളെ പിൻപറ്റാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ തീർച്ചയായും കൺകുളിർമയുള്ള ഒരു കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അത് തീർച്ചയാണ്. അങ്ങനെ മഹനീയമായ മാതൃകയായി എന്നും പിന്തുടരപ്പെടേണ്ടുന്ന മഹൽ വ്യക്തിത്വങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ ചരിത്രത്തിൽ നിന്ന് ചില കുടുംബങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹീമ വ ആല ഇമ്രാന അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതേപോലെ തന്നെ ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും മാനവ സമൂഹത്തിന് മുഴുവൻ മതത്തിൽ മാർഗദർശകരായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ ഇബ്രാഹിം കുടുംബം കഴിഞ്ഞ് പിന്നീട് അല്ലാഹു പറഞ്ഞത് ആലു ഇമ്രാൻ എന്നാണ്. ഇബ്രാഹിം നബിയുടെ തന്നെ സന്താന പരമ്പരയിൽ വരുന്ന വ്യക്തിത്വമാണ് ഇമ്രാൻ. മഹാനായ വലിയും വളരെ നല്ല ഒരു വ്യക്തിത്വവുമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം, അദ്ദേഹം ഒരു പ്രവാചകനല്ല,
പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ആലു ഇമ്രാൻ, ഇമ്രാൻ കുടുംബമെന്നാണ്. ഖുർആനിൻ്റെ ഇമാമുമാരായിട്ടുള്ള 2 അധ്യായങ്ങളിലൊന്നാണ് സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. അങ്ങനെയുള്ള ബൃഹത്തായ ഒരു അധ്യായത്തിൻ്റെ പേര് ഇമ്രാൻ കുടുംബമെന്നാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയായി അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബമാണ് ഇമ്രാൻ കുടുംബം, ആലു ഇമ്രാൻ റളിയല്ലാഹു അൻഹും. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. ദുർരിയതൻ ബഅ്ദുഹാ മിൻ ബഅദ്, ചില സന്താനങ്ങൾക്ക് ശേഷം അടുത്ത പരമ്പരയായി. വല്ലാഹു സമീഉൻ അലീം. കാരണം അള്ളാഹുവിൻ്റെ ആ തെരഞ്ഞെടുപ്പ് വെറുതെയല്ല. ഇന്നല്ലാഹു സമീഉൻ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ലോകത്തിന് മാർഗദർശനം നൽകുന്ന ഇമാമുമാരായി ആരെ തിരഞ്ഞെടുക്കണമെന്ന് അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു വലിയ കുടുംബമാണ് ഇമ്രാൻ കുടുംബം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരൊക്കെയാണ് അതിൽ പ്രധാനമായും വരുന്നത്? ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരുടെ മകളായ മറിയം ബിൻതു ഇമ്രാൻ, അവരുടെ മകനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, മറിയം റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി പുത്രൻ എന്നും അല്ല ഉമ്മയുടെ സഹോദരിയുടെ പുത്രൻ എന്നും അറിയപ്പെടുന്ന സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ മകനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാരും മഹാന്മാരും മൗലിയാക്കളും അടങ്ങിയ വലിയ ഒരു കുടുംബം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? സൂറത്തു ആലു ഇമ്രാനിലും സൂറത്തു മറിയമിലും വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഇമ്രാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ബൈത്തുൽ മുഖദ്ദസിന് എല്ലാ നിലക്കുമുള്ള പരിചരണം നൽകി, അള്ളാഹുവിൻ്റെ ഭവനത്തെ കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ആ ഭവനത്തിൽ ആരാധനാ നിമഗ്നനായി കഴിഞ്ഞിരുന്ന സാത്വികനായ ഒരു വലിയായിരുന്നു ഇമ്രാൻ. അള്ളാഹുവിൻ്റെ ഭവനം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഭവനങ്ങളിൽ 2ാമത്തേതായ ബൈത്തുൽ മഖ്ദിസ്, അതിൻ്റെ സംരക്ഷകനായിരുന്നു. ആരാധനകളിൽ മുഴുകിക്കഴിഞ്ഞ മഹാനായ ഒരു സാത്വികനായ വലിയായിരുന്നു. ആരാണോ അള്ളാഹുവിനെ ആരാധിക്കുന്നത്, ആരാണോ അവരുടെ ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തെ കാത്തു സൂക്ഷിക്കുന്നത്, ആരാധനകൾ കൊണ്ടും നന്മകൾ കൊണ്ടും അതിനെ നിറയ്ക്കുന്നത് ആരാണോ, അള്ളാഹു അവർക്ക് വലിയ സ്ഥാനമാണ് നൽകുന്നത്. ഖിയാമത്ത് നാളിൽ പോലും അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒന്ന് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായി ഹൃദയം കെട്ടിയിടപ്പെട്ടവനാരോ അവന് അർശിൻ്റെ തണലുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മഹാനായ സാത്വികനായ നന്മ നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു ഇമ്രാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയായിരുന്നു. ആ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് കൊണ്ട് നിലകൊള്ളുന്ന സ്ത്രീയായിരുന്നു ഇമ്രഅത്തു ഇമ്രാൻ. ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ നല്ല ഒരു സ്ത്രീയായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിചരണം ആരെ ഏറ്റെടുക്കും? ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിന് ആ പള്ളിയുമായിട്ടുള്ള ബന്ധം വളരെ നന്നായി അറിയാവുന്ന സ്ത്രീയാണ്. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ സ്വാലിഹായ ആ ആഗ്രഹങ്ങളെ നിലനിർത്തുന്നവളാണ് ഒരു നല്ല ഭാര്യ. അദ്ദുനിയ മതാഉൻ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ. ദുനിയാവ് മുഴുവൻ വിഭവമാണ്, അതിലേറ്റവും നല്ല വിഭവം നല്ല ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ പരിചരിച്ചുകൊണ്ട് ആരാധനയിൽ മുഴുകി അവിടെ തൻ്റെ ഭർത്താവിന് ഒരു അനന്തരവൻ വേണമെന്ന ആഗ്രഹം. അവർ പ്രാർത്ഥിച്ചൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി. അങ്ങനെ അവർ ഗർഭിണിയായതിനു ശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അവർ പ്രാർത്ഥിച്ചതാണ്, ഇത് ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ.
ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ട്. നാഥ, ഞാൻ ഈ കുഞ്ഞിനെ നേർച്ചയാക്കുന്നു. മുഹററൻ എന്ന് പറഞ്ഞാൽ ഖാലിസൻ വമുഫറഗൻ ലിൽ ഇബാദഹ വഖിദ്മതൻ ലിബൈത്തിൽ മഖ്ദിസ്. മുഹറർ എന്ന് പറഞ്ഞാൽ ആരാധനക്ക് മാത്രം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമാക്കി എൻ്റെ മകനെ. പള്ളിയുടെ പരിചരണവും നാഥ നിനക്കുള്ള ആരാധനയും നാം ചിന്തിച്ചതുപോലെയല്ല. ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകൻ ദുനിയാവിലെ വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ള ആളാവണം എന്നല്ല ആഗ്രഹിച്ചത്. അല്ലാഹുവേ, നിനക്കുള്ള ഇബാദത്തിൽ മുഴുകുകയും നിന്റെ ഭവനത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മകനായി എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ഞാൻ നേർച്ചയാക്കുന്നു. ഫതഖബ്ബൽ മിന്നി, നീ സ്വീകരിക്കണം റബ്ബേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, എൻ്റെ ഇഖ്ലാസ്, എൻ്റെ ആത്മാർത്ഥത നീ അറിയുന്നു. അതാണ് അങ്ങനെ പറയാൻ കാരണം. നീ എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം, ഇതെൻ്റെ ആഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലമ്മ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ. അവരാൺകുട്ടിയാകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാണ്. അള്ളാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ പ്രസവിച്ചതൊരു പെൺകുട്ടിയായി പോയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൈസ ദക്കറു കൽ ഉൻസ, ആൺകുട്ടിയെ പോലെയല്ല പെൺകുട്ടി. തീർച്ചയായും ഒരു പുരുഷനെ പോലെ ഇതേ രൂപത്തിൽ പ്രവർത്തിക്കാൻ സ്ത്രീക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. വലൈസ ദക്കറു കൽ ഉൻസ വഇന്നി സമ്മൈതുഹാ മറിയമ വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പക്ഷേ റബ്ബേ, ഞാൻ എൻ്റെ മകൾക്ക് പേരിടുന്നു. ആ നേർച്ച മാറ്റിയില്ല, മറിച്ച് എൻ്റെ മകൾക്ക് ഞാൻ പേരിടുന്നു മറിയം. എന്താണ് മറിയം എന്ന പേരിൻ്റെ അർത്ഥം? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നത്, മറിയം എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ അർത്ഥം അൽ ആബിദ, അള്ളാഹുവിനെ ആരാധനയിൽ മുഴുകുന്ന സ്ത്രീ എന്നാണ്. നല്ലൊരു പേരുമിട്ടു, ആഗ്രഹം പോലെ, പ്രതീക്ഷ പോലെ ഒരു നല്ല പേര്. ജാമിഅത്തുൽ ലിൽ ഖൈർ, എല്ലാ ഖൈറുകളുടെയും ജംഉള്ള ഒരു വ്യക്തിത്വമാക്കി എൻ്റെ മകളെ നീ മാറ്റണമേ. വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അവളെയും ഇനി അവൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും പിശാചിൽ നിന്ന് നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. കാരണം ആരാധനയിൽ മുഴുകി നന്മയിൽ കഴിയുന്ന ഒരു ജീവിതമാകണമെങ്കിൽ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ വേണം. കാരണം എപ്പോഴും നന്മക്ക് തടസ്സമായി നിൽക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് ആ ശൈത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് എൻ്റെ മകളെ മാത്രമല്ല, ആ മകളുടെ ശേഷം വരുന്ന ആ മകളുടെ മകനെയും അവരുടെ കുഞ്ഞിനെയും നീ പിശാചിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാതൻ ഹസന. ആത്മാർത്ഥത നിറഞ്ഞ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ബിഖബൂലിൻ ഹസനിൻ, വളരെ നല്ല രൂപത്തിൽ അല്ലാഹു അത് സ്വീകരിച്ചു. വഅംബതഹാ നബാതൻ ഹസന, ഏറ്റവും നല്ല രൂപത്തിൽ മറിയം റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നു എന്നാണ്. പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന ആ ആത്മാർത്ഥമായ പ്രാർത്ഥന ഏതുവരെ എത്തിയെന്ന് ചോദിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ മസ്സഹു ശൈത്താനു ഹീന യൂലദ് ഇല്ലാ മറിയം ബിൻത് ഇമ്രാൻ വബ്നുഹാ. ലോകത്ത് ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അതിനെ പിശാച് ഒന്ന് സ്പർശിക്കുന്നുണ്ട്. എന്നാൽ മറിയം റളിയല്ലാഹു അൻഹയെയും അവർക്കുണ്ടായ ഈസാ നബിയെയും ആ പിശാചിൻ്റെ ആ ഒരു സ്പർശനത്തിൽ നിന്ന് പോലും, ഭൗതികമായ സ്പർശനത്തിൽ നിന്ന് പോലും അള്ളാഹു അകറ്റി എന്നാണ്. ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ, നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് മറിയം റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച്, യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും മാതൃകയായി, ശ്രേഷ്ഠ വനിതയായി നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയും നിന്നെ ഞാൻ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അത്രയും നല്ല ഒരു സ്ത്രീയായി, ലോകത്തിന് മുഴുവൻ മാതൃകയായി ആ മകൾ മാറിയത് ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ആ പിതാവിൻ്റെ നന്മയാണ്. അതിനേക്കാളെല്ലാം ഉപരി സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുള്ള മഹാനായ കാരുണ്യവാനായ ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയുമാണ്.
റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി, എന്നെയും എൻ്റെ സന്താന പരമ്പരയെയും നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, താങ്കളെ നാം ലോകത്തിന് ഇമാമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖാല വമിൻ ദുർരിയ്യതി, എൻ്റെ മക്കളെയും ഇമാമുമാരാക്കണമേ ലോകത്തിന് എന്ന് പ്രാർത്ഥിച്ച ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ അള്ളാഹു നിലനിർത്തിക്കൊണ്ടേയിരുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുടുംബത്തിനു വേണ്ടി, ഇണകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന സാലിഹീങ്ങളായി അവർ മാറാൻ വേണ്ടി, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രവർത്തനവും എപ്പോഴെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹു അത് സ്വീകരിക്കുകയും നമുക്ക് നല്ല കുടുംബങ്ങളെ നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം അവർ അനാഥയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വകഫലഹ സക്കരിയ, മഹാനായ ഒരു പ്രവാചകൻ്റെ ഖഫാലത്ത്, മഹാനായ ഒരു പ്രവാചകൻ, അതോടൊപ്പം ഏറ്റവും അടുത്ത കുടുംബക്കാരനും അവരാണ് മറിയം റളിയല്ലാഹു അൻഹയെ വളർത്തിയത്. ഇൽമും ഹിക്മത്തും നന്മയും പുണ്യവും എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട്. പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം, കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. മിഹ്റാബിൽ, പള്ളിയിൽ, ബൈത്തുൽ മഖ്ദസിലേക്ക് കയറുമ്പോഴൊക്കെ മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ആ സ്ഥലത്ത് നല്ല നല്ല പഴവർഗ്ഗങ്ങൾ കാണുന്നു. അദ്ദേഹം ചോദിച്ചു, എവിടുന്ന് കിട്ടി? കഫാലത്തേറ്റെടുത്ത് അദ്ദേഹത്തിന് പോലും അറിയില്ലത് എവിടുന്നാണ് വന്നത്. അവർ പറഞ്ഞു, മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൻ്റെ അടുത്ത് നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ കൊടുക്കുന്നു. ആ വാചകം മറിയം റളിയല്ലാഹു തആല അൻഹയുടെ അടുത്ത് കണ്ട ഭക്ഷണവും മറിയം ബീവിയുടെ ആ ഒരു വാചകവും മഹാനായ പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് തറച്ചു. അദ്ദേഹം ഉടനെ തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, കാരണം അദ്ദേഹത്തിന് സന്താനമില്ലാതെ പ്രയാസപ്പെടുകയാണ്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ഒരു സന്താനത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ആ സമയത്ത് പ്രാർത്ഥിച്ചതെന്നാണ്. അല്ല, മറിച്ച് മറിയം റളിയല്ലാഹു തആല അൻഹയുടെ നന്മയും പുണ്യവും, ആ നന്മയും പുണ്യവും കാരണത്താൽ അള്ളാഹു നൽകിയ കറാമത്തും കണ്ട് അതുപോലെ ആവാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു മകൻ, അങ്ങനെ ഒരു മകൾ, അള്ളാഹുവിൻ്റെ കറാമത്ത് ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ ആദരവ് ലഭിക്കുന്ന നല്ലൊരു മകൻ, നല്ലൊരു മകൾ എനിക്കുണ്ടാവണമെന്ന ആഗ്രഹമാണ്, വെറുതെ ഒരു കുഞ്ഞുണ്ടാവണമെന്നല്ല. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, പടച്ച റബ്ബേ, നല്ല ഒരു മകനെ, നല്ല ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. ഇന്നക സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുന്ന നാഥാ, എനിക്കും ഇതേപോലെ നല്ലൊരു കുഞ്ഞിനെ തരണമേ. ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കെ മലക്കുകൾ വിളിക്കുകയാണ്, ഇതാ ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത. പേര് തന്നെ അള്ളാഹു ഇട്ടിരിക്കുന്നു, യഹ്യ ഐ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ജീവിക്കുന്ന, ഈമാനിൻ്റെ തുടിപ്പായ ഒരു നല്ല മകൻ. മുസദ്ദിഖൻ ബികലിമ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ സത്യപ്പെടുത്തുന്ന ഒരു മഹാനായ പ്രവാചകൻ. സയ്യിദൻ ഐ ഫിൽ ഇൽമി വൽ ഇബാദ, അറിവിലും ആരാധനയിലും സയ്യിദായ നേതാവായ. വഹസൂറൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന. വനബിയ്യം മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട നല്ലൊരു നബിയെ. ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, കൺകുളിർമ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം സൂചിപ്പിച്ചതുപോലെ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയും നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹവും നമ്മുടെ മക്കളിൽ മാത്രം ഒതുങ്ങാതെ
അതിനുശേഷമുള്ള അങ്ങോട്ടുള്ള തലമുറയിലും ആ നന്മ നിലനിൽക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഇമ്രാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞത് മകളുടെ കാര്യം മാത്രമല്ല, വദുർരിയ്യതഹ, അവളുടെ കുഞ്ഞിനെയും എന്ന ആ പ്രാർത്ഥനയും അള്ളാഹു കേട്ടു. അതുകൊണ്ടാണ് മറിയം ബീവിക്ക് നല്ല ഒരു കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി ഭർത്താവില്ലാതെ തന്നെ നൽകി. അതാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമായ മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ്? ഖാല ഇന്നി അബ്ദുല്ലാഹ ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുൻത് വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്. അല്ലാഹു എനിക്ക് വേദം നൽകിയിരിക്കുന്നു. അല്ലാഹു എന്നെ നബിയാക്കിയിരിക്കുന്നു. വജഅലനി മുബാറകൻ ഐനമാ കുൻത്, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ അനുഗ്രഹമുള്ളവനായി, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ബർക്കത്തുള്ളവനാക്കി അല്ലാഹു എന്നെ മാറ്റിയിരിക്കുന്നു. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, നമസ്കരിക്കാനും സക്കാത്ത് നൽകാനും അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വബറം ബിവാലിദതി, എൻ്റെ ഉമ്മയോട് പുണ്യം ചെയ്യുന്ന നല്ല മകനാക്കി അല്ലാഹു എന്നെ മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ്യ, എന്നെ അല്ലാഹു പരുഷ സ്വഭാവിയാക്കിയിട്ടില്ല, ദൗർഭാഗ്യവാനുമാക്കിയിട്ടില്ല. മറിച്ച് അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ല മകനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ മാറ്റിയിരിക്കുന്നു. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നന്മകൾ സൂറത്തു മറിയമിലും മറ്റു അധ്യായങ്ങളിൽ നമുക്ക് കാണാം. ഈ എല്ലാ നന്മകളും നിറഞ്ഞ നല്ല മക്കൾ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഇമ്രാൻ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ പൂർവ്വപിതാക്കളായ അങ്ങനെ പോയാൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ ആ ഒരു തലമുറ അങ്ങനെ നീണ്ടുപോകുന്നു. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ ദുർരിയതൻ ബഅദുഹാ മിൻ ബഅദ് വല്ലാഹു സമീഉൻ അലീം. എല്ലാം കേൾക്കുന്ന അറിയുന്നവനായ അല്ലാഹു അങ്ങനെ തലമുറകളിൽ നിന്ന് നല്ല നല്ല സന്താനങ്ങൾ നിലനിർത്തും. പക്ഷെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, കഠിനമായി അധ്വാനിക്കണം, പ്രവർത്തിക്കണം, ഇഖ്ലാസുള്ളവരാകണം. റബ്ബേ, നീ എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബേ, എൻ്റെ നിലപാടുകൾ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ സമീപനം, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ആത്മാർത്ഥതയുള്ളതാണോ അല്ലേ എന്നറിയുന്നവൻ നീയാണല്ലോ, നീ കാണുന്നുണ്ടല്ലോ, നീ കേൾക്കുന്നുണ്ടല്ലോ എന്ന് റബ്ബിനോട് പറയാൻ നമുക്ക് സാധിക്കുന്ന രൂപത്തിലുള്ള ആത്മാർത്ഥമായ സമീപനങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നന്മ നൽകുന്നവനാണ്. ആ നിലക്ക് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അർഹമി الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.